എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ MG യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷമുള്ള ഓപ്ഷൻ റീഅറേഞ്ച്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യം വിദ്യാർത്ഥികൾക്ക് ഇന്ന് ലഭ്യമാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് cap.mgu.ac.in/ugcap2025/login.jsp എന്നുള്ള പേജ് വഴി നിങ്ങൾക്ക് ഈ ഒരു ലോഗിൻ പേജിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അപേക്ഷയിലെ അതായത് ഓപ്ഷനുകൾ നിങ്ങൾക്ക് പുനഃക്രമീകരിക്കുന്നതിനും ഒഴിവാക്കുന്നതിനുമായിട്ടുള്ള അവസരമാണ് ഇന്ന്, അതായത് ജൂൺ 20/6/2025 ലഭ്യമായിരിക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിലവിൽ നിങ്ങളുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുക, അതായത് ജൂൺ 24-ാം തീയതിയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നിലവിൽ നിങ്ങളുടെ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനുള്ള സൗകര്യം ഇന്ന് മാത്രമാണ് ഉള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് ഈ ഒരു ഓപ്ഷൻ റീഅറേഞ്ച്മെൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഹയർ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ മാത്രം വിദ്യാർത്ഥികൾ ഈ ഒരു ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്താൽ മതിയാകും. അതുപോലെ തന്നെ there is no need to cancel higher options for candidates who have ടേക്കൺ പെർമനൻറ്റ് അഡ്മിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതായത് നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കുന്നതെങ്കിൽ കോളേജിൽ നിന്ന് നിങ്ങളുടെ ആ ഒരു ഹയർ ഓപ്ഷൻ റദ്ദ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ ആ ഒരു സീറ്റിൽ, അതായത് നിങ്ങൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു ഹയർ ഓപ്ഷൻ റദ്ദ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്: ലോഗിൻ ചെയ്യുക. അത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ലോഗിൻ ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ കനോട്ട് ആക്സസ് അക്കൗണ്ട് എന്ന് പറഞ്ഞുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്ക് എത്തുന്നതാണ്. ഇവിടെ നിങ്ങൾ എന്താണ് മറന്നു പോയിട്ടുള്ളത്, അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ആണെങ്കിൽ ഫസ്റ്റത്തേത്, പാസ്വേഡ് റീസെറ്റ് ചെയ്യാനാണെങ്കിൽ രണ്ടാമത്തേത്. അപ്പോൾ ഏതാണ് മറന്നിട്ടുള്ളത് അതനുസരിച്ച് നിങ്ങൾ ആ ഒരു കാര്യം ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് പിന്നീട് ഈ ഒരു ഡീറ്റെയിൽസ് ചോദിക്കും. അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്, അതുകൂടി കൃത്യമായിട്ട് കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് പിന്നീട് നിങ്ങളുടെ ആ ഒരു പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള ഒരു പേജ് വരുന്നതാണ്. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്വേഡ് റീസെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ലോഗിൻ പേജിലേക്ക് പോകാനായിട്ട് സൈഡിലായിട്ട് ഇതുപോലെ 3 ലൈൻസ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക, ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, സ്റ്റുഡൻറ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലോഗിൻ ചെയ്യാനുള്ള പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്നാണ് ഈ ഒരു ലോഗിൻ അല്ല ഈ ഒരു ഹയർ ഓപ്ഷൻ റദ്ദ് ചെയ്യാനുള്ള സൗകര്യമുള്ളത്. അതുപോലെ തന്നെ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇന്നാണ് സൗകര്യം ഉണ്ടാവുക. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ഓപ്ഷൻസ് നിങ്ങൾക്ക് എങ്ങനെയാണോ റീഅറേഞ്ച് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെയാണോ ഹയർ ഓപ്ഷൻസ് റദ്ദ് ചെയ്യേണ്ടത് അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ മാത്രമാണ് ഈ ഒരു രീതിയിൽ ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യേണ്ടതായിട്ടുള്ളൂ. കാരണം നിങ്ങൾ ഏതെങ്കിലും കോളേജിൽ പെർമനൻറ്റ് അഡ്മിഷൻ നേടിയ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് നിലവിൽ നിങ്ങളുടേത് ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഹയർ ഓപ്ഷൻ റദ്ദ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ഏതെങ്കിലും ഓപ്ഷൻ അലോട്ട്മെൻറ്റ് കിട്ടി നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടാവും. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് 20 ഓപ്ഷൻ മാക്സിമം വെക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഒരു 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിന് താഴെ 6, 7, 8, 9, 10 ഇങ്ങനെ 20 വരെയുള്ള ഓപ്ഷൻസ് ഓട്ടോമാറ്റിക്കലി റദ്ദ് ചെയ്തിട്ടുണ്ടാകും. കാരണം ആ ഒരു കിട്ടിയിട്ടുള്ള ഓപ്ഷൻ്റെ താഴെയുള്ള എല്ലാവിധ ഓപ്ഷൻസും ഓട്ടോമാറ്റിക്കലി റദ്ദ് ചെയ്യപ്പെടും. അപ്പോൾ അങ്ങനെ റദ്ദ് ചെയ്യപ്പെടുന്നതുകൊണ്ട് പിന്നീട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഓപ്ഷൻ്റെ മുകളിലുള്ള ഹയർ ഓപ്ഷൻ എന്ന് പറയുന്നത് 1 മുതൽ 4 വരെയുള്ള ഓപ്ഷനാണ്. ഇപ്പോൾ എനിക്ക് 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ 1 മുതൽ 4 വരെയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 20ാമത്തെ ഓപ്ഷനാണ് കിട്ടിയത് 1 മുതൽ 19 വരെയുള്ള ഓപ്ഷനാണ് ഹയർ ഓപ്ഷനായിട്ട് വരിക. ഇപ്പോൾ 10ാമത്തെ ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിൽ 1 മുതൽ 9 വരെയുള്ള, അപ്പോൾ ആ ഒരു കിട്ടിയ ഓപ്ഷൻ്റെ മുകളിലുള്ള ബാക്കിയുള്ള ഓപ്ഷനുകളാണ് ഈ ഒരു ഹയർ ഓപ്ഷൻ എന്നുള്ള ആ ഒരു ലിസ്റ്റിൽ വരിക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഹയർ ഓപ്ഷൻസിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻ വേണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് കൊടുക്കാം. ഇനി അതല്ല നിങ്ങൾക്കിപ്പോൾ എനിക്കിപ്പോൾ 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ അതിൽ 1 മുതൽ 4 വരെയുള്ള ബാക്കിയുള്ള ഓപ്ഷനിൽ ഇപ്പോൾ 4ാമത്തെ ഓപ്ഷൻ എനിക്ക് 2ാമതായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ 3ാമത്തെ ഓപ്ഷനെ 1ാമതായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. 1ാമത്തെ ഓപ്ഷനെ 4ാമതായിട്ടും അതുപോലെ 2ാമത്തെ ഓപ്ഷനെ 3ാമതായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു രീതിയിലൊക്കെ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റീഅറേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ എനിക്ക് 4ാമത്തെ ഓപ്ഷൻ വേണ്ട, അങ്ങനെയെങ്കിൽ അതിനെ മാത്രമായിട്ട് റിമൂവ് ചെയ്ത് കൊടുക്കാനും പറ്റും. ഇനിയിപ്പോൾ എനിക്ക് ഹയർ ഓപ്ഷൻസ്, നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികളാണെങ്കിൽ ഏതെങ്കിലും ഹയർ ഓപ്ഷൻസ് അവിടെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഓപ്ഷൻ റീഅറേഞ്ച്മെൻറ്റോ മറ്റോ ചെയ്യാനുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ ആ ഒരു ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനുള്ള സൗകര്യം ഉപയോഗപ്പെടുത്തുക. ഓപ്ഷൻസ് ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനും അതുപോലെ തന്നെ വേണ്ടാത്ത ഓപ്ഷൻ റിമൂവ് ചെയ്യാനുള്ള സൗകര്യം മാത്രമാണ് ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷനിലെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. നിങ്ങളുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ജൂൺ 24-ാം തീയതി പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ജൂലൈ 1 മുതൽ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.